കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൃഷ്ടിവെച്ച് അവിടെ നമുക്ക് ആലോചന പറഞ്ഞു തരുന്നല്ലോ. ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും അവിടുത്തെ ദയ നമ്മെ വിട്ട് മാറുകയില്ല. അവിടുത്തെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ല എന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. നീങ്ങിപ്പോകാത്ത സമാധാന നിയമവും മാറിപ്പോകാത്ത അവിടുത്തെ ദയയും ഓർത്ത് നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. നമ്മെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കൊണ്ടുവന്ന വിധങ്ങളും പ്രവർത്തിച്ച അവിടുത്തെ പ്രവൃത്തികളും അത്യുത്തമമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. ആരുടെയും ദൃഷ്ടിയിൽ തോന്നാത്ത വൻ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. തിക്കൽ പാറയുന്ന ജലത്തെ ചാടി പുറപ്പെടുവിച്ച ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഇഷ്ടം പോലെ മാംസത്തെ കൊടുത്തു, അപ്പം കൊടുത്തു, ഇഷ്ടം പോലെ അപ്പക്കത്തെ കൊടുത്തു. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന ദിവ്യാതാൻ്റെ തലയെ തകർത്ത് ഇഷ്ടം പോലെ മാംസത്തെയും തൻ്റെ ജനത്തിന് പറത്തി കൊടുത്തു. എത്ര ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ്! ചോദിക്കുന്നവർക്ക് വിസ്മയമാകത്തക്കത്. കാരണം മോശയൊക്കെ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും ദൈവമേ? സമുദ്രത്തിലെ മത്സ്യത്തെ മൊത്തം പിടിച്ചു കൂട്ടിയാലോ? എത്ര മാടുകളെ ഇറക്കേണ്ടി വരും? അങ്ങനെ മനുഷ്യ ബുദ്ധിയിൽ കണക്ക് കൂട്ടി പരാജയപ്പെട്ടപ്പോഴാണ് ദൈവം പറഞ്ഞു, മോശേ, എൻ്റെ കരത്തെപ്പറ്റി നീ ചിന്തിച്ചില്ലേ? അത് കുറുകിപ്പോകാത്ത കരമാണ്. എൻ്റെ വചനം നിവർത്തീകരിക്കുന്ന വചനമാണ്. അത് സംഭവിക്കാൻ പോകുകയാണ്. ഈ പകലിലും ഒത്തിരി ചോദ്യങ്ങളുമായി ദൈവം പാകം നിൽക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, എങ്ങനെ സംഭവിക്കും? എങ്ങനെ ഇത് നടക്കും? എങ്ങനെ പ്രാവർത്തികമാകും? ആർ ഇത് ചെയ്യും? ഇനിയും അതിന് സാധ്യതയുണ്ടോ? വിഷാദപ്പെട്ടിരിക്കുന്ന ചിലരോട് പറയുന്നു, സങ്കടദേശത്ത് തന്നെ, വേദനിക്കുന്ന ഇടത്ത് തന്നെ, മരുഭൂമിയിൽ തന്നെ മേശയൊരുക്കുന്ന ദൈവം. മരുഭൂമിയിൽ യാതൊരു സാധ്യതയുമില്ല, വഴിയില്ല, ജലമില്ല, പ്രതീക്ഷകളില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഡയറക്റ്റ് കാണുന്നത്. ഒരു സംവിധാനങ്ങളുടെയും സഹായമില്ലാതെ ആകാശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന സർവശക്തൻ്റെ കരം, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങൾ കാണാൻ പോകുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക. ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കാൻ പോകുക. ലോകം നിങ്ങൾ ബലഹീനരാണെന്ന് പറയട്ടെ, നിങ്ങളെക്കൊണ്ട് പറ്റില്ലെന്ന് പറയട്ടെ, ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് നിങ്ങളെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. അസ്തമിച്ചു എന്ന് പറയുമ്പോഴാണ്, ഇല്ല, ഞാൻ അവരെ ശക്തീകരിക്കുക. ഏലിയാവ് അങ്ങനെയല്ലേ പറഞ്ഞത്? ഇനി പറ്റില്ല, മിനിസ്ട്രി ഇവിടം കൊണ്ട് തീർന്നു. ചില വാക്കുകൾ തന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അത് ആ രാജ്യത്തെ അധികാരിയുടെ വാക്കാണ്, ഇസബലിൻ്റെ വാക്കാണ്. നാളെ ഇതേ നേരമാകുമ്പോൾ നിൻ്റെ ജീവൻ കാണില്ല എന്ന് പറഞ്ഞപ്പോൾ എലിയ പറഞ്ഞു, ദൈവമേ, പറ്റില്ല, എന്നെക്കൊണ്ട് മൂവ് ചെയ്യാൻ കഴിയില്ല, ഞാൻ നിസ്സഹായനാണ്, എനിക്കതിന് ശക്തിയില്ല, അതിനെ ഫേസ് ചെയ്യാൻ എനിക്ക് കരുത്തില്ല എന്ന് പറഞ്ഞ് താൻ തളർന്നു കിടന്നു. പക്ഷേ നമ്മുടെ ദൈവം തളർന്ന ദൈവമല്ല, തളർന്നവരെ താങ്ങുന്ന ദൈവം. മതിയെന്ന് പറയിപ്പിക്കുന്നവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വീണ്ടും നടത്തുന്ന ദൈവം. നിനക്ക് കഴിയില്ലെന്ന് പറയുമ്പോൾ നിന്നെ ശക്തനാക്കുമെന്ന് പറയുന്ന ഒരു ദൈവം, നിന്നെ ബലത്തോടെ നിർത്തുമെന്ന് പറയുന്ന ഒരു ദൈവം, നിൻ്റെ ആധരങ്ങൾ എൻ്റെ വചനം നൽകുമെന്ന് പറയുന്ന ദൈവം. ഇരമ്യാവ് അങ്ങനല്ലേ പറഞ്ഞ, യഹോവേ, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ബാലനാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ നാവിനെ തൊടാൻ പോകുക. ഇന്ന് പകൽ പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും
കഴിയുമെന്ന് ചിന്തിക്കുന്ന ചിലരോട് അവിടുത്തെ വചനത്തിന് പറയാൻ കഴിയുന്നത്, ഞാൻ നിൻ്റെ നാവിനോട് കൂടെ ഇരിക്കാം. യോശുവ ചില അസാധ്യങ്ങളല്ലേ ചിന്തിച്ചത്. മോശയുടെ മരണശേഷം എങ്ങനെ ജനത്തെ നയിക്കും? ദൈവം വളരെ വ്യക്തമായി പറഞ്ഞു, യോശുവെ, ഞാൻ ആരാന്നറിയാമോ? ഞാൻ മോശയുടെ കൂടെ ഇരുന്ന ദൈവമാണ്, അതുപോലെ നിൻ്റെ കൂടെ ഇരിക്കും. ജീവകാലത്ത് ഒരു ശക്തിയും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല എന്ന് ദൈവാത്മാവ് ശക്തമായി പ്രഖ്യാപനം ചെയ്തപ്പോൾ യോശുവ മുൻപോട്ട് പോകാൻ തുടങ്ങി. നോക്കൂ, യോശുവ 4:14 എല്ലാ ഇസ്രായേലും കാണുക, യോശുവയെ ദൈവം വലിയവനാക്കി. പ്രൈസ് ദ ലോർഡ്. കാലിൽ നിൽക്കാൻ പറ്റത്തില്ല, നയിക്കാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ലെന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്നെ വലിയവനാക്കിയ ദൈവം, അവിടുത്തെ ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവം ഇന്ന് പകലിലും കൂടെയുണ്ട്. 66 സങ്കീർത്തനം 9 വാക്യം, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. സർവഭൂമിയുമായുള്ള ഒരേ ദൈവത്തിന് ഘോഷിപ്പീൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തീകരിപ്പീൻ. ഹല്ലേലൂയ. വന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവീൻ എന്ന് പറഞ്ഞൊക്കെയാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ര ശ്രേഷ്ഠമാണ്. മനുഷ്യൻ മാറ്റി നിർത്തുന്നവരെ കൊണ്ട് ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുണ്ട്. കീസ്റ്റോൺ ആക്കുന്ന ഒരു ദൈവത്തെ, മനുഷ്യൻ മാറ്റി നിർത്തുന്നതിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് ഇന്ന് പകൽ അവിടുത്തെ മക്കൾ മറന്നു പോകരുത്. ദൈവാശ്രയമുള്ളവർ പരാജയപ്പെടത്തില്ല. എന്നിട്ടാണ് ദാവീദ് പറയുന്നത്, ശ്രദ്ധിക്കണമേ, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. ഡയറക്റ്റ് ആക്രമണം വന്നില്ലേ? പ്രതീക്ഷിക്കാത്ത സമയത്ത് കുന്തവുമായി ദാവീദിൻ്റെ നേരെ ശൗൽ അടുത്തു വന്നപ്പോൾ ഉടനെ തീരേണ്ടതല്ലേ ദാവീദ്? മാത്രമല്ല, കരടിയും സിംഹവും നേർക്കുനേർ വന്നപ്പോൾ അവിടം കൊണ്ട് ജീവൻ അസ്തമിക്കേണ്ടതല്ലേ? പുറകിൽ നിന്ന് ചാടി വീഴുന്ന ശക്തികളും മുമ്പിൽ വന്ന് കടിച്ചു കീറി പിച്ചു ചീന്താൻ നിൽക്കുന്നതും ഒരുപോലെ വെല്ലുവിളിച്ചപ്പോഴും കുന്തത്തിനും സിംഹത്തിനും കരടിക്കും വിട്ടുകൊടുക്കാഞ്ഞതെന്താണെന്നറിയാമോ? നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നിന്നെ കാവൽ ചെയ്യുന്നു. എന്ന് വെച്ചാൽ വാഗ്ദത്തമുള്ളതിനെ തോടാൻ പറ്റില്ല. അവനെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും, വെല്ലുവിളികൾ ശക്തമായാലും, ദാവീദിൻ്റെ മുമ്പിൽ മാത്രമല്ല, ഫിലിസ്ത്യ ശക്തിയുടെ മുമ്പിൽ അകപ്പെട്ടു പോയില്ലേ ദാവീദ് ഒരു സമയത്ത്? അവിടെയും ദാവീദിനെ തൊടാൻ പറ്റിയോ സഹോദരങ്ങളെ? കാരണം ജീവനോടെ കാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കെന്തെങ്കിലും സംഭവിക്കുന്നത് ദൈവം അറിയാതെ സംഭവിക്കില്ല. തലയിലെ ഒരു മുടി നിലത്ത് വീഴണമെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക, ഭയം മാറിപ്പോകട്ടെ. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? ഞാൻ ഇല്ലാതായിത്തീരുമോ? ഇവിടം കൊണ്ട് അസ്തമിക്കുമോ എന്ന ചില ഡോക്ടേഴ്സിൻ്റെ വാക്കുകളും ഒക്കെ കേട്ട് ഭയപ്പെടുന്ന, ചില പെയിൻ വരുമ്പോൾ ഭയത്തോടെ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നോക്കി അവിടുത്തെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ കാക്കുന്നവൻ ആരാണെന്നറിയാമോ? സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്, ഉന്നതനായ ദൈവമാണ്, ഉയർന്നിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവിടുത്തെ ശക്തിയുടെ വലിപ്പം ഇന്ന് പകൽ ഒന്ന് വെളിപ്പെട്ട് വരാൻ നമുക്ക് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ദൈവം മയങ്ങാത്ത ദൈവം, നമ്മുടെ ദൈവം ഉറങ്ങാത്ത ദൈവം, ജീവനോടെ നമ്മെ കാക്കുന്ന ദൈവം കാലടികൾ വഴുതുവാൻ സമ്മതിക്കത്തില്ല കേട്ടോ. പലപ്പോഴും തള്ളിയിടുവാൻ, ഇല്ലാതാക്കുവാൻ, എഴുന്നേൽപ്പിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴും ഏലിയാവിൻ്റെ ജീവിതത്തിൽ നോക്കൂ, കാലടികൾ വഴുതുവാൻ, അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ താൻ മരുഭൂമിയിലാണ്. അവിടെ സഹോദരങ്ങളാരുമില്ല, ആശ്വാസം പറയാൻ മറ്റാരുമില്ല. ഏലിയാവേ സാരമില്ലെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. തളർന്നു കിടക്കുകയാണ്. വെള്ളം കൊടുക്കാൻ ആരുമില്ലായിരുന്നു.
ഇല്ല, ദൈവം നിന്നെ സഹായിക്കും. അടുത്ത തലത്തിലേക്ക് നീ പോകേണ്ടതെന്ന് പറയാൻ മനുഷ്യം ഒറ്റ വ്യക്തികളും ഇല്ലാതിരിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്നു കേട്ടോ. ഇന്ന് പകൽ തളർന്നിരിക്കുന്നവരോട് നോക്കും, നിൻ്റെ കാലടികൾ വഴുതാൻ സമ്മതിക്കാതെ നിൻ്റെ കാലുകൾക്ക് ബലം നൽകി പേടമാൻ കാലുകൾ പോലെയാക്കി ഗിരികളിൽ ചവിട്ടിക്കയറുന്ന ഒരാത്മബലം, അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുക. നീ എങ്ങനെ മുമ്പോട്ട് പോകും, നീ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുമ്പോൾ നിൻ്റെ അകത്ത് നിരാശ വരരുത്. ഈ പകൽ മനുഷ്യമായി ആശ്രയിക്കാൻ, ആശ്വസിപ്പിക്കാൻ ആരും കാണില്ല. മനുഷ്യനെ ആശ്രയിക്കുന്നവരൊക്കെ മാറിപ്പോയില്ലേ? പക്ഷേ ഇന്ന് പകൽ അവിടുന്ന് വിളിച്ചു പറയുന്നു, ഞാൻ നിൻ്റെ കാലടികൾ വഴുതാൻ സമ്മതിക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവം, നിൻ്റെ കാലുകൾക്ക് ബലം നൽകുന്ന ദൈവം, നിൻ്റെ ആര മുറുക്കുന്ന ദൈവം, നിൻ്റെ ആധരങ്ങളെ ശക്തീകരിക്കുന്ന ദൈവം, നിൻ്റെ കണ്ണുകൾക്ക് പുഷ്ടി നൽകുന്ന ദൈവം, നിൻ്റെ ദേഹബലം ക്ഷയിച്ചു പോകാതെ ആത്മശക്തിയാൽ നിന്നെ ശക്തിയോടെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. വിശ്വസിക്കുക. കാലടികൾ വഴുതാൻ സമ്മതിക്കാത്ത ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ തലമുറകൾക്ക് വരട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ വരട്ടെ. ജീവനോടെ കാക്കുന്ന ദൈവം. ലോകത്ത് എന്ത് സംഭവിച്ചാലും ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല. മുമ്പോട്ട് ചെയ്യണം, മുമ്പോട്ട് പോകണം, അറച്ചു നിൽക്കരുത്. ചില വിഷയങ്ങൾ എങ്ങനെ പോകും, എങ്ങനെ ഞാൻ കാലടികൾ വെക്കും, ഞാൻ പരാജയപ്പെടുമോ, എൻ്റെ കാലുകൾ ഇടറുമോ? ഇല്ല, ഇടറിക്കുന്നവനെ അല്ല ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്, ഇടറിക്കുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഇടറുമെന്ന് തോന്നുമ്പോൾ നമ്മുടെ കരത്തെയും കാലുകളെയും ശക്തീകരിച്ച് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നവൻ ഇന്ന് പകൽ നമ്മളോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ അകത്ത് വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം. ജീവനോടെ കാക്കുന്ന, ദൃഷ്ടി വെക്കുന്ന, ഞങ്ങളുടെ കാലടികൾ വഴുതാതെ വണ്ണം അവിടുത്തെ പൂജത്തിൽ ഞങ്ങളെ വഹിക്കുന്ന ശ്രേഷ്ഠരായ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ബലത്തോടെ ഞങ്ങൾ മൂവ് ചെയ്യുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ മുമ്പോട്ട് നടക്കുന്നു. പിതാവേ, അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. അവിടുത്തെ പ്രവൃത്തികളെ വന്ന് കാണുവാൻ ഞങ്ങളെല്ലാം ഇടയാക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം, നമ്മുടെ ദൈവം മതിയായവനായ ദൈവം, കാലടികളെ വഴുതാൻ സമ്മതിക്കാത്തവൻ, ജീവനോടെ കാക്കുന്നവൻ, പുരാതനായ ദൈവം സങ്കേതമായി ബലമായി നമ്മോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ.